നിങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ മുതൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥപ്പെടുവാൻ തുടങ്ങി. ഹൃദയത്തിന്റെ ഇടിപ്പുകൾ കൂടി വരുന്നു, കൈകൾ വിയർക്കുന്നു. ഒരുപക്ഷെ ആ ഡോക്ടറുടെ വാക്കുകളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനത്തെ തകർക്കുന്ന ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം. പ്രിയദൈവത്തിലെ ഭീഷണികൾ ഒരു മാനുഷിക യാഥാർത്ഥ്യമാണ്. നമുക്കാർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണികൾ വെറും യാദൃശ്ചിക സംഭവങ്ങളല്ല, മറിച്ച് ഒരു ആത്മീക പോരാട്ടത്തിന്റെ ഭാഗമാണ്. ക്രിസ്തീയ ജീവിതം തന്നെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത, വിജയം നമ്മുടെ സുനിശ്ചിതമാണ്. കാരണം ജയാളിയായ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ഒരു ശത്രുവിന്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയല്ല. ദൈവഹിതത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ പല രീതിയിലുള്ള ഭീഷണികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ശത്രുവിനെ നമ്മെ ഭീഷണിപ്പെടുത്തുവാൻ, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുവാൻ, നമ്മുടെ ഉറക്കം കളയുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ 75% ശത്രു വിജയിച്ചു എന്നതാണ് അർത്ഥം. എന്നാൽ ഏതു സമയത്തും ഓടിച്ചെല്ലുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു ചെന്ന് നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ആകുല ചിന്തകളെ കൈമാറുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ദൈവിക സമാധാനം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ വഴി നടത്തുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ലോകത്തിൻ്റെതായ സിസ്റ്റം പലപ്പോഴും ദൈവിക പദ്ധതികളിൽ നിന്ന് നമ്മെ അകറ്റിക്കളഞ്ഞേക്കാം. കൂടെയുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത പലപ്പോഴും ദൈവശബ്ദം കേൾക്കുവാൻ, അനുസരിക്കുവാൻ നമ്മെ തടഞ്ഞു എന്ന് വരാം. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവവേദലേ, ഒരു കാര്യം മനസ്സിലാക്കണം. കൂടെയുള്ളവർ ആരും എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്ന് വരികയില്ല. ഒരുപക്ഷെ അവർക്ക് പല ഉദ്ദേശങ്ങളും കാണും. നിങ്ങളോട് കൂടെ നടക്കുന്നത് കൊണ്ട് ഇന്ന മെച്ചങ്ങൾ ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചാകും പലരും കൂടെ നടക്കുന്നത്. എന്നാൽ ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ഒരിക്കലും ഉപേക്ഷിക്കാതെ ജീവിതയാത്രയിൽ എന്നും കൂടെയുള്ള ദൈവത്തിന്റെ വാക്കുകളെ അവഗണിക്കുവാൻ നാം തയ്യാറാകരുത്. എല്ലാ ബന്ധവും, എല്ലാ സ്വന്തവും നാം നേടിയെന്ന് വിചാരിക്കുന്നതെല്ലാം ഒരു ദിവസം ഉപേക്ഷിച്ചു പോകേണ്ടി വരും. എന്നാൽ അവിടെയും നമ്മെ ഉപേക്ഷിക്കാതെ നിത്യതയിലേക്ക് വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ശത്രുവായവൻ കൊണ്ടുവരുന്ന ഏതൊരു ഭയവും നമ്മുടെ വിശ്വാസത്തെ തളർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭയത്തിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന യുദ്ധം ജയിക്കുന്നതും തോൽക്കുന്നതും പലപ്പോഴും നമ്മുടെ ചിന്തകളിലാണ്. ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ പോലും നിരായുധരായി ഈ പോർക്കളത്തിലേക്ക് അയച്ചിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഏത് ഭീഷണിയുടെ നടുവിലും പിടിച്ചു നിൽക്കുവാൻ അപ്പോസ്തലന്മാരെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും സഹായിച്ചത് ജീവിക്കുന്ന ദൈവം തങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ദൈവിക പദ്ധതി എന്ന് പറയുന്നത് വെറും ഒരു പഴയകാല ചരിത്രമല്ല, മറിച്ച് ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യമാണ്. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയ ദൈവത്തിലെ ജീവിതയാത്രയിൽ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തീർച്ചയായും അനുഭവിക്കുവാൻ പോകുകയാണ്. ശത്രുവായവൻ ഭയം കൊണ്ടുവരുമ്പോൾ നാം മറ്റൊരു വ്യക്തിയോട് ഈ വിഷയം ഷെയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കേണ്ടത് ആവശ്യമാണ്. തെറ്റിപ്പോയ വഴികൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ ഒന്ന് കഴുകി വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഞാൻ ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് യേശു എന്റെ കൂടെയുണ്ട് എന്ന് നമ്മോട് തന്നെ നാം പറയുവാൻ തുടങ്ങണം. പഴയ നിയമ വിശുദ്ധന്മാരെ നാം എടുത്തു പഠിക്കുമ്പോൾ അവരുടെ ജീവിതയാത്രയിൽ പല വിഷമങ്ങളും പല ഭീഷണികളും കടന്നു വന്നു. എന്നാൽ അവിടെയെല്ലാം അവരെ വിജയിക്കുവാൻ സഹായിച്ചത് അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് പ്രിയ ദൈവവേദലേ, ഭീഷണി കേൾക്കുമ്പോൾ ആദ്യം നാം ഫോൺ എടുക്കാനല്ല ഓടേണ്ടത്, പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലണം. ആദ്യം ദൈവത്തെ അന്വേഷിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ തന്ത്രമാണ്. അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രഘോഷിച്ചപ്പോൾ, യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ, അന്നുവരെ അവിടെ ഉണ്ടായിരുന്ന യഹൂദ മതാനുസാരികൾക്കും പുരോഹിതന്മാർക്കും ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്ര നാളായി ഞങ്ങൾ പിൻപറ്റുന്നതിൽ നിന്ന്, പഠിപ്പിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റം അവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിന്റെ ശബ്ദം കേട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറായ അപ്പോസ്തലന്മാരിലൂടെ ദൈവിക പദ്ധതികൾ ദൈവം ചെയ്തെടുത്തത് പുതിയ നിയമത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. പത്രോസും യോഹന്നാനും മുടന്തനായ ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ഇതിന്റെ ഫലമായി യഹൂദന്മാരുടെ പരമോന്നത ന്യായാധിപ സഭ അവരെ പിടിച്ചിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ ക്രൂശീകരണത്തിനു വേണ്ടി വിധിച്ച അതേ സഭ, അന്നത്തെ മഹാപുരോഹിതന്മാരായ ഹന്നാവും കയഫാവും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നേരെയുള്ള ഭീഷണി വളരെ വലിയതാ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഇനി സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. ആ ഭീഷണിയുടെ നടുവിൽ അവർ ചെയ്തത് ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നു ചെന്നു എന്നുള്ളതാണ്. അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. കർത്താവെ, ഈ ഭീഷണികളെ നീക്കണമേ, ഈ അധികാരികളെ തീർക്കണമേ എന്നൊന്നുമല്ല അപ്പോസ്തലന്മാർ അവിടെ പ്രാർത്ഥിച്ചത്. അവരുടെ പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ
പ്രവൃത്തികൾ 4-ാം അധ്യായം 24-25 താഴോട്ട് നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. പ്രിയ ദൈവത്തിലെ ഭീഷണി അവിടെയുണ്ട്. പക്ഷേ ആ ഭീഷണിയുടെ നടുവിൽ ദൈവമേ എനിക്ക് ധൈര്യം തരണമേ എന്നൊരു പ്രാർത്ഥന. പ്രിയ ദൈവത്തിലെ ഭീഷണികളുടെ നടുവിൽ തനിച്ചാക്കാത്തൊരു ദൈവമുണ്ട്. ഭീഷണികൾ കേൾക്കുമ്പോൾ ദൈവമേ ഇതിന്റെ നടുവിൽ ഒരു വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറയുവാൻ തുടങ്ങണം. ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞ ദൈവിക പദ്ധതികൾക്കെതിരെ ആരൊക്കെ ഭീഷണിയുമായി കടന്നു വന്നാലും മനസ്സ് ഇടിയരുത്. കാരണം നിങ്ങൾക്കെതിരെ വരുന്ന സകല ശക്തികളുടെയും മേൽ അധികാരമുള്ളവനാണ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവമെന്ന് തിരിച്ചറിയണം. ശത്രുവിന്റെ ഒരു പദ്ധതിയും എന്റെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് പറയുവാൻ തുടങ്ങണം. അതേ പ്രിയ ദൈവത്തിലെ ജീവിതയാത്രയിൽ ഭീഷണിയുടെ നടുവിൽ അവസാനിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ യേശുവിനോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു തിരിച്ചുവരവുണ്ട്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് 31-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ കാര്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ശരിയാ, നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ ബലം കൊണ്ട് അത് നടക്കുകയല്ല. എന്നാൽ ഈ ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ തുടങ്ങിയാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങും. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ഭീഷണി കൊണ്ട് ശത്രുവായവൻ നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ ഈ ഭീഷണിയുടെ നടുവിലും വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയണമെന്ന ഈ ചെറു സന്ദേശത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ ചെറു സന്ദേശത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എത്ര കഠിനമായ വിഷയങ്ങളാണെങ്കിലും പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരു നാഥനുണ്ട് എന്ന് മറന്നുപോകൽ. പ്രിയ ദൈവത്തിലെ ഈ ചെറു സന്ദേശത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തരുന്നു. ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ ഇവരുടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ അനുഗ്രഹമാകട്ടെ, അത്ഭുതമാകട്ടെ. നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ ഇവരിലൂടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ സാക്ഷ്യമായി യേശുവിന് വേണ്ടി ജീവിപ്പാൻ ഇവരെ സഹായിക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ കൈവിടുകയല്ല. മാറോട് ചേർത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹവും കരുതലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ അനുഭവിക്കാൻ പോകുകയാണ്. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.